BSc in Physics. Semester 6 elective paper. Semester 6 elective paper, Electronic Instrumentation. And today this is class number 36, Frequency Synthesizer. Frequency Synthesizer, Electronic Instrumentation paper. Semester 6, BSc in Physics. What is a frequency synthesizer? A frequency synthesizer is an electronic circuit that generates a range of frequencies from a single reference frequency. Frequency synthesizers are used in many modern devices such as radio receivers, televisions, mobile telephones, radio telephones, walkie-talkies, CB radios, cable television converter boxes, satellite receivers, ആൻഡ് GPS സിസ്റ്റംസ്. അപ്പോൾ ഒരു സിംഗിൾ ഫ്രീക്വൻസി തന്നാൽ ഒരു സിംഗിൾ ഫ്രീക്വൻസിയിൽ വേവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, മിക്സഡ് ഫ്രീക്വൻസീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള, സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി സിന്തസൈസർ. ഒരു ഗിവൺ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മറ്റ് ഫ്രീക്വൻസികൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ, ഇലക്ട്രോണിക് ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി സിന്തസൈസർ. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? They are used in modern devices such as radio receiver, television, mobile telephone, radio telephone, walkie-talkies, CB radios, cable television. അങ്ങനെ തുടങ്ങി പല ആപ്ലിക്കേഷൻസിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. A frequency synthesizer may use the techniques of frequency multiplication, frequency division, direct digital synthesis, frequency mixing, and phase locking loops to generate its frequencies. The stability and accuracy of the frequency synthesizers output are, അതായത് ഒരു ഫ്രീക്വൻസി സിന്തസൈസറിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിനകത്തുള്ള ടെക്നിക്ക് എന്താണ്, അവിടെ ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഫ്രീക്വൻസി ഡിവിഷൻ ഉണ്ട്, ഡയറക്റ്റ് സിഗ്നൽ സിന്തസിസ് ഉണ്ട്, ഫ്രീക്വൻസി മിക്സിംഗ് ഉണ്ട്, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, അത് പ്രത്യേകം പ്രാധാന്യത്തിൽ നോക്കണം. ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ടു ജനറേറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസീസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ദ സ്റ്റെബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ഫ്രീക്വൻസി സിന്തസൈസേഴ്സ് ഔട്ട്പുട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇത്തരം സിന്തസൈസിൻ്റെ ഔട്ട്പുട്ട് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും? ദേ ആർ റിലേറ്റഡ് ടു സ്റ്റെബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ഇറ്റ്സ് റെഫറൻസ് ഫ്രീക്വൻസി ഇൻപുട്ട്. നമ്മൾ ഏത് ഇൻപുട്ടാണ് കൊടുക്കുന്നത്, ഏത് ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നത്, ആ ഫ്രീക്വൻസിയുടെ സ്റ്റെബിലിറ്റിയെ ആശ്രയിച്ചിരിക്കും ഈ സിന്തസൈസർ നിർമ്മിക്കുന്ന പുതിയ ഫ്രീക്വൻസികൾ. Consequently, synthesizers are stable and accurate reference frequencies such as those provided by crystal oscillator. എന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ നിർമ്മിക്കുന്നത് പോലുള്ള കൃത്യമായ ഫ്രീക്വൻസി ഇത്തരം ഫ്രീക്വൻസി സിന്തസൈസർ നിർമ്മിക്കാറുണ്ട്. അവയുടെ പ്രത്യേകത മൂലം ഒരു ഇപ്പോൾ നല്ല ഫ്രീക്വൻസി സ്റ്റെബിലൈസേഷനുള്ള ഡിവൈസുകളാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ പോലെ ഡിഫറൻറ്റ് ഫ്രീക്വൻസികൾ കൃത്യമായിട്ട് നിർമ്മിക്കാനായിട്ട് ഇത്തരം ഫ്രീക്വൻസി സിന്തസൈസറിന് കഴിയും. ടൈപ്സ്, ഏതെല്ലാം ടൈപ്പാണ് ഈ ഫ്രീക്വൻസി സിന്തസൈസർ ഉള്ളത്? 3 types ഓഫ് സിന്തസൈസേഴ്സ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ്. 3 തരത്തിൽ നമുക്ക് കാണാം. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈപ്സ് ആർ റുട്ടീൻലി ഫൗണ്ട് ആസ് സ്റ്റാൻഡ് അലോൺ ആർക്കിടെക്ചർ, ഡയറക്റ്റ് അനലോഗ് സിന്തസിസ്, also called mixed filter divide architecture, as found in 1960s HP's 5100A and the modern direct digital synthesizer DDS. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അനലോഗ് സിന്തസൈസറാണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഡിജിറ്റൽ സിന്തസൈസർ. അപ്പോൾ അനലോഗ് സിന്തസൈസർ, ഡിജിറ്റൽ സിന്തസൈസർ, ഇവയാണ് ആദ്യകാലത്തുണ്ടായ 2 type of synthesizer. The third type are routinely used in communication system, IC building blocks, indirect digital PLL synthesizers. രണ്ടാമത്തെ ക്ലാസ്സിലെ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് സിന്തസൈസർ എന്ന് പറയും. അത്തരം സിന്തസൈസർ നമ്മൾ ഫേസ് ലോക്ക്ഡ് ലൂപ്പിലാണ് ഉപയോഗിക്കുന്നത്. The recently emerged TIF DPS is also a direct approach. അപ്പോൾ പുതിയ കാലത്ത് കണ്ടുപിടിച്ച TIF DPS അതൊരു ഡയറക്റ്റ് സിന്തസൈസറാണ്. It directly constructs the waveform of each pulse in the
ക്ലോക്ക് പൾസ് ട്രെയിൻ. ഇനി നമുക്കൊരു സ്പെഷ്യലായിട്ട് ഇത് പറയേണ്ടത് ഈ PLL സിന്തസൈസേഴ്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് സിന്തസൈസർ. പ്രിൻസിപ്പിൾ ഓഫ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് സിന്തസൈസർ. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ വരക്കണം. അവിടെ എഴുതിയിരിക്കുന്നതെല്ലാം എല്ലാവരും ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എഴുതണം. ഇവിടെ ആ ഒറ്റ ലൈനിൽ 5 ബ്ലോക്കുണ്ട്. ആ ഓരോന്നിൻ്റെ ടൈറ്റിലും അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മാസ്റ്റർ ഓസിലേറ്റർ, ഫിക്സഡ് കൗണ്ടർ, ഫേസ് കമ്പറേറ്റർ എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി എഴുതുക. താഴെ ഒരു FCW ഫ്രീക്വൻസി സിലക്ഷൻ ലോജിക്കുണ്ട്. അതും വരയ്ക്കണം. അങ്ങനെ കംപ്ലീറ്റ് ചിത്രം വരയ്ക്കുക. ഔട്ട്പുട്ടാണ് FO. അത് ഡിസൈഡ് ഫ്രീക്വൻസിയിലുള്ള വേവ് പുറത്തേക്ക് വിടുന്നതാണ് ആ ടെർമിനൽ. അപ്പോൾ പടം ഒന്ന് കൃത്യമായിട്ട് വരച്ചോളണം. ഇത് PLL ഫ്രീക്വൻസി സിന്തസൈസറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. അപ്പോൾ ഓരോ ബുക്കിനകത്ത് ഈ ബ്ലോക്കിൻ്റെ എണ്ണമൊക്കെ ചെറുതായിട്ട് മാറാം, 1-2 കുറയാം. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കുക. പല ബുക്കിനകത്ത് പലതരം ഡയഗ്രം ഉണ്ട്. എന്നാലും പൊതുവായിട്ടുള്ള സ്ട്രക്ചർ ഈ കാണുന്നതാണ്. എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഈസ് എ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. അതൊരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ്. ഇറ്റ് കമ്പയേഴ്സ് ദ ഫേസസ് ഓഫ് 2 ഇൻപുട്ട് സിഗ്നൽസ് ആൻഡ് പ്രൊഡ്യൂസസ് ആൻ എറർ സിഗ്നൽ. രണ്ടിനെ ഡിഫറൻസ് ഉള്ളൊരു സിഗ്നൽ ഉണ്ടാക്കും. 2 ഇൻപുട്ട് വേവ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഡിഫറൻസ് ഉണ്ടാക്കുക. ആ ഡിഫറൻസ് വേവ് ഉണ്ടാക്കുക. That is proportional to the difference between their phases. The error signal is then low pass filtered. ഒരു ലോ പാസ് ഫിൽറ്ററിനകത്തൂടെ അയക്കും. ആൻഡ് യൂസ്ഡ് ടു ഡ്രൈവ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ VCOയിലേക്ക് ഇത് അയക്കും. വിച്ച് ക്രിയേറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഫ്രീക്വൻസി. അത് ഈ VCO വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഒരു ഔട്ട്പുട്ട് ഫ്രീക്വൻസി നിർമ്മിക്കും. അത് ഡിസൈഡ് ഫ്രീക്വൻസി ആയിട്ട് വരും. ഇത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഫെഡ് ത്രൂ എ ഫ്രീക്വൻസി ഡിവൈഡർ. അത് ഒരു ഫ്രീക്വൻസി ഡിവൈഡറിനകത്ത് കൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഫ്രീക്വൻസി സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഫെഡ് ത്രൂ എ ഫ്രീക്വൻസി ഡിവൈഡർ ബാക്ക് ടു ദ ഇൻപുട്ട് ഓഫ് ദ സിസ്റ്റം, പ്രൊഡ്യൂസിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഇഫ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡ്രിഫ്റ്റ്സ്, the phase error signal will increase, driving the frequency in the opposite direction so as to reduce the error. Thus, the output is locked to the frequency at the other input. ഔട്ട്പുട്ട് നേരത്തെയുള്ള ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി ആയിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അത് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കിട്ടും. The other input is called the reference and is usually derived from a crystal oscillator. Reference signal നമ്മൾ സാധാരണ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, which is stable in frequency. The block diagram below, ഇവിടെ എബോവ് എന്ന് വായിച്ചത്, എബോവ് shows the basic elements arrangement of a PLL based frequency synthesizer. ഒരു PLL ബേസ്ഡ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ബേസ്ഡ് സിന്തസൈസർ അതിൻ്റെ ഡയഗ്രമാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പടം ഈ നോട്ടിന് താഴെയാണ് ഞാനത് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ വരയ്ക്കാൻ വേണ്ടി അത് മുകളിൽ നമ്മൾ ചേർത്തിരിക്കുകയാണ്. The key to the ability of frequency synthesizer to generate multiple frequencies is the divider placed between the output and the feedback input. ഫീഡ്ബാക്ക് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രീക്വൻസി ഡിവൈഡറുണ്ട്. ആ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം. ദിസ് ഈസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് എ ഡിജിറ്റൽ കൗണ്ടർ. ഒരു ഡിജിറ്റൽ കൗണ്ടറിൻ്റെ രീതിയിലാണ് അത് വയ്ക്കാറുള്ളത്. ആൻഡ് this is usually in the form of digital counter with the output signal acting as a clock signal. The counter is preset to some initial count value and counts down at each cycle of the clock signal. When it reaches
when it reaches 0, the counter output changes state and the count value is reloaded. Count value is reloaded. This circuit is straightforward to implement using flip-flops. Flip-flops ഉപയോഗിച്ചിട്ട് ഇത്തരം സർക്യൂട്ടുകൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ബിക്കോസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതാണല്ലോ, ഇതൊക്കെ FF പഠിച്ചതാണ്, മാസ്റ്റർ സിലബസ് പഠിച്ചതാണ്. This circuit is straightforward to implement using flip-flops, and because it is digital in nature, it is very easy to interface with the other digital components or a microprocessor. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഡിജിറ്റൽ സംവിധാനമാണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ പോലെയുള്ള മറ്റ് ഡിജിറ്റൽ സംവിധാനമായിട്ട് ഇത് കപ്പിൾ ചെയ്യാൻ എളുപ്പമാണ്. This allows the frequency output by the synthesizer to be easily controlled by a digital system. അപ്പോൾ സിന്തസൈസറിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ഡിജിറ്റൽ സിസ്റ്റം ഉപയോഗിച്ച് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ആ ഫ്രീക്വൻസി വരുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയണം. എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്ത് പോകുന്ന നോക്കുക. സപ്പോസ് ദ റെഫറൻസ് സിഗ്നൽ ഇസ് 100 kHz. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ 100 kHz ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഡിവൈഡർ ക്യാൻ ബി പ്രീസെറ്റ് ടു എനി വാല്യൂ ബിറ്റ്വീൻ 1 and 100. അപ്പോൾ ഈ നമുക്ക് ആ ഡിവൈഡർ 1ൻ്റെ 100 ഇടയ്ക്ക് ഏത് വാല്യൂ വെക്കാവുന്നതാണ്. The error signal produced by the comparator will only be 0 when the output of the divider is also 0. Is also 100 kHz. 100 kHz ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് error signal produced by the comparator will only be 0 when the output of the divider is also 100 kHz. 100 kHz. For this to be the case, the VCO must run at a frequency which is 100 kHz into the divider count value. അപ്പോൾ നമ്മൾ ഇപ്പോൾ 100 kHz ആണ് ഫ്രീക്വൻസി എങ്കിൽ ഡിവൈഡർ കൗണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രീക്വൻസിയെ മാറ്റാം. Thus it will produce an output of 100 kHz for a count of 1200 kHz for a count 2. Count 2 ആണെങ്കിൽ count of 1. For a count of 1, 200 kHz. For a count of 2, 1 MHz. അങ്ങനെയുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാവുന്ന ആ 1 MHz ഫോർ എ കൗണ്ട് ഓഫ് 10 ആൻഡ് സോ ഓൺ. അപ്പോൾ നോക്കിയേ അവിടെ ദിസ് വിൽ പ്രൊഡ്യൂസ് എ ഔട്ട്പുട്ട് ഓഫ് 100 kHz ഫോർ എ കൗണ്ട് ഓഫ് 1. അപ്പോൾ അവിടെ VCO ഫ്രീക്വൻസി നമ്മൾ 100 kHz ഉപയോഗിച്ചാൽ ഡിവൈഡറിൻ്റെ കൗണ്ട് 1 ആണെങ്കിൽ 100 kHz തന്നെ കിട്ടും. 2 ആണെങ്കിൽ നമുക്ക് 200 kHz കിട്ടും. 10 ആണെങ്കിൽ 10×100. അപ്പോൾ അത് 1 MHz ആയിട്ട് മാറും. 10×100 1000 kHz ആണ് 1 MHz. Note that only whole multiple of the reference frequency can be obtained with the simplest integer n dividers. എപ്പോഴും നമുക്ക് ഒരു ഇൻ്റഗ്രൽ ഫ്രീക്വൻസി റെഫറൻസ് ഫ്രീക്വൻസിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രാക്ഷണൽ എൻ ഡിവൈഡേഴ്സ് ആർ റെഡിലി അവൈലബിൾ. എന്നാൽ ഫ്രാക്ഷണൽ ഡിവൈഡേഴ്സും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ആദ്യം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലോങ് ആൻസർ വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ എ PLL ഫ്രീക്വൻസി സിന്തസൈസർ. അപ്പം മൊത്തം പറയണം കാര്യങ്ങൾ. ഷോർട്ട് ആൻസർ വാട്ട് ഈസ് എ ഫ്രീക്വൻസി സിന്തസൈസർ. Number 3, what are the types of frequency synthesizers? Number 4, give the block diagram of a PLL വേണമെങ്കിൽ PLL ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓഫ് എ PLL. വാട്ട്സ് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ PLL? അത് തിരുത്തുക അവിടെ. PLL സിന്തസൈസർ. വാട്ട് ഈസ് എ PLL? എന്താണ് PLL? അത് നമ്മൾ ആ PLL സിന്തസൈസിൻ്റെ ആദ്യം പറയുന്നുണ്ട്. എന്താണ് PLL? ഫേസ് ലോക്ക്ഡ് ലൂപ്പാണ്. ചില പ്രത്യേക ഫ്രീക്വൻസി മാത്രം ജനറേറ്റ് ചെയ്യുന്ന സംവിധാനം. വാട്ട് ഈസ് എ PLL? ചില ഫ്രീക്വൻസി അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ 1-2 ഫ്രീക്വൻസി മാത്രം തരുന്ന സംവിധാനം PLL. ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. That is all with your 36th lecture. We continue our class. Thank you.